ഇന്ന് ഇന്ത്യ രാജ്യവും കേരളവും ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നമ്മുടെ മുമ്പിലുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ലഭിക്കേണ്ട തൊഴിൽ ദിനങ്ങളിൽ വലിയ കുറവാണ് സാമ്പത്തിക വർഷ ആരംഭത്തിൽ തന്നെ കാണുന്നത്. ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിക്ക് കാരണമാകും. ഇന്ത്യ രാജ്യത്തെ മുഴുവൻ പേർക്കും തൊഴിൽ നൽകുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടി, സാധാരണക്കാരൻ്റെ കയ്യിലേക്ക് പൈസ എത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒന്നാം UPA സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണിത്. ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടതുപക്ഷവും കൂടി ചേർന്ന് രൂപപ്പെടുത്തിയ പൊതുമിനിമം പരിപാടിയുടെ ഭാഗമായി മാതൃകാപരമായ ഒരു പ്രവർത്തനം ഇന്ത്യ രാജ്യത്ത് തുടങ്ങി വെച്ചത് ആഗോളവൽക്കരണത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വലിയ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ ഒരു ഗവൺമെൻറ് ആയിരുന്നു ഒന്നാം UPA ഗവൺമെൻറ്. അതിൽ ഇടതുപക്ഷത്തിന് ശക്തമായ ഇടപെടലുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ആരാണ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങളാണെന്ന് പറഞ്ഞ് പിതൃത്വം ഏറ്റെടുക്കുന്ന കോൺഗ്രസ് എന്തുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള, UPA സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയെ തകർക്കാനുള്ള നിലവിലെ മോഡി സർക്കാരിനെതിരെ ശക്തമായ പ്രതിരോധം നടത്താത്തത്? കേരളത്തിലെ ഏതെങ്കിലും MP മാർ, UDFൻ്റെ MP മാർ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടുവോ? ആരും ഒരു പ്രതിഷേധവും നടത്തുന്നില്ല. നിലവിലെ പോക്ക് പോവുകയാണെങ്കിൽ കേരളത്തിലെ 40.48% വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വലിയ തോതിൽ തൊഴിൽ ദിനങ്ങൾ കുറയുകയും മഹാഭൂരിപക്ഷം വരുന്ന തൊഴിലാളികൾക്കും തൊഴിൽ ലഭിക്കാൻ വേണ്ടത്ര തൊഴിൽ ലഭിക്കാത്ത സാഹചര്യം വരെ വരാനുള്ള സാഹചര്യമാണുള്ളത്. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാൻ ആവശ്യമായ ഘട്ടങ്ങളിലെല്ലാം ഓരോ തവണ ഫണ്ട് കുറച്ചുകൊണ്ടും, കേരളത്തിൽ തരുന്ന ഫണ്ട് കുറച്ചുകൊണ്ടും മാതൃകാപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട നയങ്ങളെ തകർക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ പിടിച്ചു നിന്ന കേരളം ആ കേരളത്തെ തകർക്കാൻ വേണ്ടി പുതിയൊരു പദ്ധതിക്ക് ഇവർ രൂപം കൊടുത്തിട്ടുണ്ട്. VMG എന്ന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ പാടുള്ളൂ എന്നുള്ള നിബന്ധന വെച്ചതോടുകൂടി ഈ പ്രോഗ്രാം നടക്കുകയും